സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ തപാൽ റെയിൽവേ സമ്പ്രദായങ്ങൾ ആരംഭിച്ച വൈസ്രോയി ആര്? ഡൽഹൌസി പ്രഭു. കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? സർദാർ KM പണിക്കർ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം? 1809. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം എന്നും അറിയപ്പെടുന്നു. ജാലിയൻവാലാബാഗിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊളുത്തിവച്ചിരിക്കുന്ന അഗ്നികുംഭം? അമർ ജ്യോതി. ഇന്ത്യ ഗേറ്റിനു കീഴിലായി സ്ഥാപിച്ച യുദ്ധസ്മാരകം? അമർ ജവാൻ ജ്യോതി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ? ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം? നാനാ സാഹിബ്. ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? അലൻ ഒക്ടോവിയോ ഹ്യൂം അല്ലെങ്കിൽ AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബെസന്റ്. സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെ? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ തടവിൽ വയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ ആക്ട്? 1919 റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ പ്രക്ഷോഭം കലാശിച്ച ദാരുണ കൂട്ടക്കൊല ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
1916 പൂനെ കേന്ദ്രീകരിച്ച് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ഹോം റൂൾ പ്രസ്ഥാനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡയർ. മൈക്കൽ ഒ ഡയറെ വധിച്ച ധീരദേശസ്നേഹി ഉധം സിംഗ്. മലബാർ കലാപത്തിനോടനുബന്ധിച്ച് നടന്ന ദുരന്തം. വാഗൺ ട്രാജഡി. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആര്? കെ മാധവൻ നായർ. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? 1922 ഫെബ്രുവരി 5. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച സംഭവം ഏത്? ചൗരി ചൗര സംഭവം. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ ആലപിച്ച ഗാനം ഏത്? രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അത്. കണ്ണൂർ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? കെ കേളപ്പനായിരുന്നു നേതൃത്വം നൽകിയത്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം രചിച്ചത് ആര്? ഹംഷി നാരായണ പിള്ളയായിരുന്നു. വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങളിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആയിരുന്നു അത്. ലാലാ ലജ്പത് റായിയെ ലാത്തി കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പോലീസ്. അത് സാൻഡേഴ്സ് ആയിരുന്നു. 1928 സാൻഡേഴ്സിനെ വധിച്ചത് ആര്? ഭഗത് സിംഗ് ആയിരുന്നു. ഭഗത് സിംഗിലെ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23. ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എപ്പോൾ? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസിഫ് അലി. ഇന്ത്യ പാക് വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു അത്.
ഇന്ത്യ പാക് അതിർത്തി നിർണയ രേഖ വരിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ സിറിൽ റാഡ്ക്ലിഫായിരുന്നു അത്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം 1964 മെയ് 27 സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അത്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയാണ്. എന്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. മറാഠി, കേസരി എന്നീ പത്രങ്ങൾ നടത്തിയത് ആര്? ബാലഗംഗാധര തിലക് ആണ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ ഉറുദു ദിനപത്രങ്ങളുടെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം 1906 ധാക്കയിൽ വെച്ചിട്ടായിരുന്നു അത്. മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് അഖാ ഖാൻ ആയിരുന്നു അത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു അത്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി രൂപം നൽകിയ സംഘടന ഏത്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത്? പീറ്റർ മാരിസ്ബർഗ് ആയിരുന്നു അത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമങ്ങൾ ഏതൊക്കെ? ഫീനിക്സ് സെറ്റിൽമെന്റും ടോൾസ്റ്റോയ് ഫാമും ആയിരുന്നു അത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോൾ? 1915 ജനുവരി 9 അത്. ബാപ്പു, മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന് ഒക്ടോബർ 2. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്.